ഹായ്, നമസ്കാരം. ഇന്നൊരു പുതിയ ടേം പരിചയപ്പെടുത്താം. ഒതല്ലോ സിൻഡ്രോം. ഒതല്ലോ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഷേക്സ്പിയറിന്റെ വിശ്വവിഖ്യാതമായ നാടകം ഒതല്ലോയിലെ മെയിൻ ക്യാരക്ടറായിരുന്നു ഒതല്ലോ എന്ന് പറയുന്ന ആള്. അപ്പോൾ ഒതല്ലോയുടെ ആ ഒരു പ്ലേ എന്താണ് അതിനെക്കുറിച്ച് അത് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഒതല്ലോയുടെ വൈഫായ ഡെസ്റ്റിമോണയോടുള്ള അമിതമായിട്ടുള്ള സംശയം കാരണം ഡെസ്റ്റിമോണയെ കൊല്ലാൻ പോലും മടിക്കാതെ വന്ന ഒരു ആളാണ് ഈ ഒതല്ലോ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഒതല്ലോ സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ പറയുന്ന അസുഖം കാണിക്കുന്നത്? ഒതല്ലോ സിൻഡ്രോം എന്ന് പറയുന്നത് ഡെലൂഷണൽ ജലസിയാണ് കാണിക്കുന്നത്. ഡെലൂഷണൽ ജലസി എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ട്ണറോട് തോന്നുന്ന സംശയരോഗമാണ് അത്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു തെളിവുകളും ഇല്ലാതെയുള്ള മറ്റൊരാളിനെ സംശയിക്കുന്ന ഒരു രീതി. അയാളുടെ എന്താ പറയുക കുറ്റങ്ങൾ ആരോപിക്കുന്ന അല്ലെങ്കിൽ തെറ്റ് ആരോപിക്കുന്ന, അയാളുടെ വിശ്വാസവഞ്ചന ആരോപിക്കുന്ന ഒരു അവസ്ഥ. അതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പാത്തോളജിക്കൽ ജലസി, ഡെലൂഷണൽ കൺവിക്ഷൻ, അഗ്രസീവ് ഓർ കൺട്രോളിങ് ബിഹേവിയർ, ലാക്ക് ഓഫ് എവിഡൻസ്. അതായത് പാത്തോളജിക്കൽ ജലസി എന്ന് പറയുമ്പോൾ യാതൊരു അടിസ്ഥാനമില്ലാതെ വെറുതെ ഒരാളെ സംശയിക്കുന്ന രീതി, മെയിനായിട്ടും ഭാര്യനെ സംശയിക്കുന്ന രീതി. ഇവിടെ എവിഡൻസ് കാണണമെന്നില്ല, എവിഡൻസ് ഇല്ലാതെയായിരിക്കും പലപ്പോഴും ഈ സംശയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പിന്നെ അതിന്റെ പേരിൽ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ബോധപൂർവം അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആക്രമണോത്സുകമായിട്ടുള്ള രീതിയിൽ അവരെ കൺട്രോൾ ചെയ്യാനും തിരുത്താനും ഒക്കെ ഉള്ള ശ്രമിക്കൽ, അവരെ പൂട്ടിയിടുക, അവരെ എപ്പോഴും പുറകെ നടന്നിട്ട് വാച്ച് ചെയ്യുന്ന ഒരു രീതി, അവരുടെ ചാറ്റ്സ് ഫോണ് കാര്യങ്ങളൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യുന്ന രീതി. അപ്പൊ അതിനൊന്നും യാതൊരു അടിസ്ഥാനം കാണത്തില്ല, പ്രൂഫ് ഇല്ലാതെയായിരിക്കും ഇവരതിന്റെ പുറകെ പോകുന്നത്. ഇങ്ങനൊരു ഡെലൂഷൻ ജലസി വരണമെങ്കിൽ അതിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം? സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഇതിന്റെ കാരണമായിട്ട് വരാം, ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഇതിന്റെ കാരണമായിട്ട് വരാം, സബ്സ്റ്റൻസ് അബ്യൂസ് ഇതിന്റെ ഒരു കാരണമായിട്ട് വരാം, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഇതിന്റെ കാരണമായിട്ട് വരാം. സൈക്കാട്രിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഡെലൂഷണൽ ഡിസോർഡർ, മൂഡ് ഡിസോർഡേഴ്സ്, അതായത് ബൈപ്പോളർ പോലുള്ള യൂണിപ്പോളർ പോലുള്ള രോഗങ്ങൾ, സ്കീസോഫ്രീനിയ കണ്ടീഷൻസ്, ഈ അവസ്ഥകളിലൊക്കെ ഈ പറയുന്ന ഡെലൂഷണൽ ജലസി ഉണ്ടാകാം. അതല്ലെങ്കിൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് എന്ന് പറയാൻ പാർക്കിൻസൺസ് ഡിസീസോ അല്ലെങ്കിൽ ഡിമെൻഷ്യ അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറീസ്, അത് കാരണം മറവി കാരണം അവരെന്താ കണ്ടത് കേട്ടെന്ന് പോലും മറന്നു പോകുന്ന രീതിയിൽ ചിലപ്പോൾ ഇത്തരം ഡെലൂഷൻ ജലസി ആയിട്ട് അത് മാറാം. അതായത് ഭാര്യ സംശയിക്കുന്ന ഒരു പ്രവണത അതിലൂടെ ഉണ്ടാകാം. പിന്നെ വരുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് കാരണമാണ്. നോർമലി നമ്മൾ ലഹരി എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ബ്രെയിനിൽ ഒത്തിരി കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഡെലൂഷൻസും ഹാലൂസിനേഷൻസും ഉണ്ടാകുന്നുണ്ട്. അത് കാരണം ഈ പറയുന്ന പങ്കാളിയോടുള്ള സംശയം ഉണ്ടാകാം. പേഴ്സണാലിറ്റി ഡിസോർഡർ, പെരുമാറ്റ വൈകല്യങ്ങളിൽ വരികയാണെങ്കിൽ പാരനോയിഡ് അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ളവർ, ഒത്തിരി ഡിപ്പെൻഡൻസി കാണിക്കുന്നവരാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ളവർ. അപ്പോൾ അവർക്കും ഈ പറയുന്ന ഡെലൂഷൻ ജലസി ഉണ്ടാവാം. അവരുടെ പാർട്ട്ണർ വേറൊരാളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ വേറൊരാളുടെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വേറൊരാളിലേക്ക് പോകും എന്നൊക്കെ ഉള്ള സംശയം കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു തോന്നൽ വരാം. ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ മെയിനായിട്ടും ആന്റിസൈക്കോട്ടിക്സ് ആയിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ആന്റിസൈക്കോട്ടിക്സ് കൊടുക്കാതെ ചിലപ്പോൾ ഈ പറയുന്ന ഡെലൂഷനിൽ നമുക്ക് ഡെലൂഷൻസ് മാറ്റാനായിട്ട് പറ്റില്ല. ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും. ആന്റിസൈക്കോട്ടിക്സ് ഡ്രഗ്സ് യൂസ്ഫുൾ ആയിരിക്കും. കൗൺസിലിങ്ങിലൂടെ, തെറാപ്പീസിലൂടെ, സൈക്കോതെറാപ്പി കൂടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയൊക്കെ ഈ പറയുന്ന ഡെലൂഷൻ ഡിസോർഡറിന് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് അണ്ടർലൈങ് ആയിട്ടുള്ള കോസസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. സബ്സ്റ്റൻസ് അബ്യൂസ് അങ്ങനെ എന്തെങ്കിലും ആണോ, അത് ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ആണ്, ആൾക്ക് മറവി ഉണ്ടാണോ അല്ലെങ്കിൽ മാറിപ്പോകുന്നതാണോ, അതിനെ പറ്റിയിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ കൊടുക്കാൻ പറ്റുന്നത് കപ്പിൾസ് കൗൺസിലിംഗ് ആണ്. ഈ പറയുന്ന പാർട്ട്ണറിനെയും ആളിനെയും ഒരുമിച്ചിരുത്തിയിട്ട് ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതും അതിൻ്റെ ശരിയായിട്ടുള്ള കോസസ് കണ്ടെത്തുന്നതും, എവിഡൻസ് ഇല്ല എന്ന് പറയുമ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു അവർ റീസൺ കണ്ടുപിടിക്കാൻ, ചിലപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ പോലും വേറൊരു രീതിയിൽ അവർക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ആ ഒരു കപ്പിൾസ് കൗൺസിലിങ്ങിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെലൂഷൻ ഡിസോർഡറിന് ട്രീറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാം. ഒരു വേ ആണത്. ഇതെല്ലാം പാരലായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഉള്ള കേസസിലും കൊടുക്കാനായിട്ട് വരാറുണ്ട്. ഇത് നോർമൽ ജലസി അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള സംശയം അല്ലെങ്കിൽ എവിഡൻസോട് കൂടിയുള്ള ഒരു കാര്യത്തിനോടുള്ള സംശയത്തിന് നിന്നും ഇതെങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിന് പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടാകത്തില്ല. അവർക്ക് പറയത്തക്ക ഒരു റീസൺ ഉണ്ടാവില്ല, വെറും സംശയമായിരിക്കും. അവരോടുള്ള കൂടുതലുള്ള
പൊസസീവ്നെസ്സിന്റെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ അവരെന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നുള്ളൊരു വാശി കാരണമൊക്കെ ആയിരിക്കും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി വരുന്നത്. അവരുടെ ശ്രദ്ധ കുറയുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ അവര് വേണ്ടത്ര കെയർ നമുക്ക് തരുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിലാണ് പലപ്പോഴും ഈ ഡെലൂഷൻ ജലസിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ചെറിയ രീതിയിൽ അവർ പ്രകടിപ്പിച്ചു തുടങ്ങുമ്പോഴും പങ്കാളി അതിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല, അതിനെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അത് കൂടുകയാണ് ചെയ്യുന്നത്. ഇൻകേസ് ആദ്യമേ അത് പങ്കാളി അക്സെപ്റ്റ് ചെയ്ത് എന്താണ് ഏതാണെന്നുള്ളതിനെ കുറിച്ച് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഇത് വലിയ വിഷയങ്ങളില്ലാതെ പോകും. ഇൻകേസ് പക്ഷേ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ട് പോവുകയാണ്, മാത്രമല്ല ഹിസ്റ്ററി അവരുടെ ഫാമിലി ഹിസ്റ്ററിയിൽ തന്നെ ഇങ്ങനെ ഒരു രോഗം ഓൾറെഡി ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. ഇതിന്റെ ഒരു മോശം വശം എന്ന് വെച്ചാൽ ഇവര് എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് പോലും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ റിസ്ക് ഓഫ് വയലൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന പോലെ കൊലപാതകത്തില്, ഉപദ്രവങ്ങളില്, ഒരാളെ പീഡിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥ, മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടെത്തിക്കാറുണ്ട്. അത് ഭയങ്കരമായിട്ട് ആ പറയുന്ന പാർട്ട്ണറും ഭയങ്കരമായിട്ട് സഫർ ചെയ്യേണ്ടി വരുന്നു. ഓൾറെഡി മെന്റൽ ഹെൽത്തിൽ ആള് ഭയങ്കര ഡൗൺ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുക. അപ്പൊ അവിടെയാണ് ഒതല്ലോ സിൻഡ്രോം എന്ന് പറയാൻ കാരണം പോലും ഇത് ചിലപ്പോൾ അങ്ങേറ്റം വരെ ഒതല്ലോ എന്താണോ ഡെസ്റ്റിമോണയോട് ചെയ്തത് അതുപോലെ തന്നെ ഈ പേഴ്സൺസ് അവരുടെ പാർട്ട്ണറിനോട് ചെയ്തേക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഒതല്ലോ സിൻഡ്രോം എന്ന് പേര് വന്നത്. ഇന്ന് ഡെലൂഷണൽ ജലസിയാണ് ഈ ഒതല്ലോ സിൻഡ്രോം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കൂടുതൽ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഡെലൂഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളല്ല. ഓൾറെഡി ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡെലൂഷണൽ ഡിസോർഡറിനെ പറ്റിയിട്ട്. അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കുക, വിശദമായിട്ട് അതിനറിയാൻ പറ്റും. ജസ്റ്റ് ഇപ്പോൾ ഇത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.